إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. സത്യനിഷേധത്തോട് പ്രപഞ്ച സൃഷ്ടാവിനെയല്ലാതെ ഇതര ആരാധ്യന്മാരെ ആരാധിക്കുന്നതായ ബഹുദൈവാരാധനയോട് ഒരിക്കലും തന്നെ സമരസപ്പെടാതെ തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സൗമ്യതയോടുകൂടി വിനയത്തോടുകൂടി പരസ്പരം ഗുണകാംക്ഷയോടുകൂടി ജീവിച്ചവരായ സ്വഹാബാക്കൾ. അവ്വലു മൻ അസ്ലമ മിൻഹും ഉമ്മുനാ ഖദീജത റളിയല്ലാഹു അൻഹാ. ആ വിശ്വാസികളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ചവർ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. സ്ത്രീകളിൽ വെച്ചും ആദ്യമായി വിശ്വസിച്ചവർ അവർ തന്നെ. ثم أول من أسلم من الرجال أبو بكر الصديق رضي الله عنه. പുരുഷന്മാരിൽ വെച്ച് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. وأول من أسلم من الصبيان علي بن أبي طالب رضي الله عنه. കുട്ടികളിൽ വെച്ച് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ്. وأول من أسلم من العبيد زيد بن حارثة رضي الله عنه. അടിമകളിൽ വെച്ച് ആദ്യമായി വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പകർന്നു കൊടുത്തതായ ഏകദൈവ വിശ്വാസത്തിന്റെ മഹനീയ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്നവരാണവർ.
എന്നാൽ ആദ്യമായി ഇസ്ലാമിനെ പ്രഖ്യാപിക്കുകയും പ്രകടമാക്കുകയും ചെയ്തവരിൽ അധികം ആളുകളും ഏറെ പീഡിപ്പിക്കപ്പെട്ടവരായിരുന്നു. ഇമാം അബ്ദുർ റസാഖ് റഹിമഹുല്ല തന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നതായ റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവ്വലു മൻ അദ്ഹറൽ ഇസ്ലാമി സബ്അ, ആദ്യമായി ഇസ്ലാമിനെ വെളിവാക്കുകയും തങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന്, ഏകദൈവ വിശ്വാസികളാണ് എന്നും ബഹുദൈവാരാധനയെ വെടിഞ്ഞവരാണ് എന്നും പ്രഖ്യാപിച്ചവർ 7 പേരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്നാമത്തേത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സുമ്മ അബൂബക്കർ, പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. വബിലാലുൻ വഖബ്ബാബുൻ വസുഹൈബുൻ വഅമ്മാറുൻ വഉമ്മുഹു സുമയ്യ, ഇങ്ങനെയുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവും സുഹൈബ് റളിയല്ലാഹു അൻഹുവും അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉമ്മയായ സുമയ്യ റളിയല്ലാഹു അൻഹയുമാണ് തങ്ങളുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയും പ്രകടമാക്കുകയും ചെയ്തവരിൽ ആദ്യത്തെ സ്വഹാബാക്കൾ. അമ്മ റസൂലുള്ളാഹ് ഫമനഅഹു അമ്മുഹു അബൂ താലിബ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം ഒരുക്കിയത് അദ്ദേഹത്തിന്റെ പിതൃവ്യനായ അബൂ താലിബായിരുന്നു. വഅമ്മ അബൂബക്രിൻ ഫമനഅഹു ഖൗമുഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാകട്ടെ സംരക്ഷണം ഒരുക്കിയത് ഖുറൈശികളിലെ അദ്ദേഹത്തിന്റെ ഗോത്രവിഭാഗം തന്നെയായിരുന്നു. കാരണം അവരിൽ മഹനീയമായ സ്വഭാവത്തിന്റെ ഉടമയും അവരോടെല്ലാവരോടും ഏറ്റവും നല്ല വ്യക്തിബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബം സംരക്ഷണം നൽകി. എന്നാൽ വഉഖിദൽ ആഖറൂൻ, ബാക്കിയുള്ള 5 പേരും പിടികൂടപ്പെട്ടു. ഫഉൽബിസു അദ്റാഅൽ ഹദീദ്, അവരുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ പടയങ്കികൾ അണിയിക്കപ്പെട്ടു. സുമ്മ സഹറൂഹും ഫിശ്ശംസ്, എന്നിട്ട് നമ്മൾ ഇന്ന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അല്പം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ആ ചൂടിന്റെ കാഠിന്യം എന്ന് പറയുന്നത്? മണലാരണ്യത്തിൽ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഇരുമ്പിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ഇരുമ്പിന്റെ പടയങ്കി മാത്രം ദേഹത്തണിയിച്ച് ആ ചുട്ടുപൊള്ളുന്ന ചൂടിൽ അവരെ നിർത്തുക എന്നുള്ളതായിരുന്നു അവർക്ക് നൽകിയതായ ശിക്ഷ. അങ്ങനെ രാവിലെ പ്രഭാതം മുതൽക്ക് പ്രദോഷം വരെ ആ ചുട്ടുപൊള്ളുന്ന ചൂടിൽ കുടിക്കുവാൻ പാനീയം പോലും നൽകാതെ അവരെ ഇട്ട് പീഡിപ്പിക്കുന്നതായിരുന്നു അവർക്ക് നൽകിയ ശിക്ഷ. ഹത്താ ബലഗൽ ജഹദ ബിഹിം കുല്ല മബ്ലഗ്, പീഡനത്തിന്റെ കാഠിന്യം കാരണത്താൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അനുഭവിക്കാവുന്ന അത്രയും അവർ അനുഭവിച്ചു. ഫഅഅതൂഹും മാ സഅലു ഫജാഅ ഇലാ കുല്ലി ഖൗമിൻ മിൻഹും ഖൗമുഹു, അവര് അവസാനം ചോദിച്ചതെന്തും നൽകുവാൻ തയ്യാറായി. പണമുള്ളവർ പണം നൽകി. അങ്ങനെ തങ്ങളെ ഈ പീഡനത്തിൽ നിന്നൊന്ന് വെറുതെ വിടണം എന്ന് പറഞ്ഞു. അവരുടെ കുടുംബങ്ങൾ കടന്നു വന്നു, അവർക്ക് വെള്ളം നൽകി, അവരുടെ ദേഹത്ത് വെള്ളമൊഴിച്ചു. അവിടെ നിന്ന് അവരെ എടുത്തുകൊണ്ടുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ ഓരങ്ങൾ പിടിച്ച് ഓരോരുത്തരും താങ്ങിപ്പിടിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഇല്ല ബിലാലൻ, എന്നാൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹക്കും അവരെ പീഡിപ്പിച്ചു. അങ്ങനെ അവിടെ ഫലമ്മാ കാനൽ അശി, വൈകുന്നേരം സമയമായപ്പോൾ ജാഅ അബൂജഹൽ, അവിടേക്ക് അബൂജഹൽ കടന്നു വന്നു. യശ്തുമു സുമയ്യ വയർഫുസു ഫീ വജ്ഹിഹാ, സുമയ്യ റളിയല്ലാഹു അൻഹയെ മോശമായ വാക്കുകൾ കൊണ്ട് അങ്ങേയറ്റം ചീത്ത വിളിച്ചുകൊണ്ടും അവരുടെ മുഖത്ത് തുപ്പിക്കൊണ്ടും അബൂജഹൽ അങ്ങോട്ട് കടന്നു വരികയും ഫതഅനഹാ ഫഖതലഹാ, തന്റെ കയ്യിലുണ്ടായിരുന്ന കടാര കൊണ്ട് അവരെ കുത്തി. അവിടെ വെച്ച് സുമയ്യ റളിയല്ലാഹു അൻഹ തന്റെ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. ഫഹിയ അവ്വലു ഷഹീദിൻ ഇസ്തുഷ്ഹിദ ഫിൽ ഇസ്ലാം,
അങ്ങനെ ഇസ്ലാമിൽ വിശ്വാസത്തിന്റെ പേരിൽ ആദ്യമായി ഏകനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഷഹീദായിരുന്നു സുമയ്യ റളിയല്ലാഹു അൻഹ. അവർ കൊല്ലപ്പെട്ടു. എന്നാൽ ബിലാലോ ഫജഅലു യദ്രിബൂനഹു ഫഇന്നഹു ഹാനത് അലൈഹി നഫ്സുഹു ഫില്ലാഹ് ഹത്താ മല്ലു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവർ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു, ധാരാളമായി മർദ്ദിച്ചു. ദേഹത്തിൽ നിന്ന് രക്തം പൊട്ടി വന്നു. പക്ഷെ അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരണുകിട പിറകോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായില്ല. ഹത്താ മല്ലു, പീഡിപ്പിച്ച് അവസാനം അവർ നിരാശരായി. അദ്ദേഹത്തെ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. ഫജഅലു ഫീ ഉനുഖിഹി ഹബ്ലൻ ثم امروا സുബിയാനഹും, അവര് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും നികൃഷ്ടരായ, യാതൊരർത്ഥത്തിലുമുള്ള മര്യാദ തീണ്ടിയിട്ടില്ലാത്ത തങ്ങളുടെ കൂട്ടത്തിലെ വികൃതി പിള്ളേരെ പിടിച്ചുകൊണ്ടുവരികയും ആ കുട്ടികൾക്ക് ബിലാലിന്റെ കഴുത്തിൽ ഒരു കയറണിഞ്ഞുകൊണ്ട് ഇവനെ നിങ്ങൾ എന്തും ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ ആ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഫഷ്തദ്ദു ബിഹി ബൈന അഖ്ശബൈ മക്ക വജഅല യഖൂൽ അഹദ് 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 അഹദ്. തന്റെ കഴുത്തിലെ കയറുമായി ഈ കുട്ടികൾ മക്കയിലെ 2 പർവ്വതങ്ങൾക്കിടയിലൂടെ, അങ്ങാടികളിലൂടെ അവിടെ ബിലാലിനെയും വലിച്ചിഴച്ചുകൊണ്ട് കൊണ്ടു നടക്കുമ്പോൾ ഏകനായ റബ്ബ് മാത്രം, ഏകനായ റബ്ബ് മാത്രം, ഏകനായ റബ്ബ് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലോകത്തോട് മുഴുവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അല്ലാതെ മറ്റൊരാളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലേ, ലോകത്തെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന ഏകനായ റബ്ബിനെ അല്ലാതെ ഒരാളെയും ഇല്ല ഞാൻ ആരാധിക്കുകയില്ല, ഏകനാണ്, ഏകനാണ്, അവൻ ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമൂഹത്തിൽ മുഴുവനും പിന്നീട് അലയടിച്ച ആ ശബ്ദത്തിന്, തൗഹീദിന്റെ സ്വരത്തിന് ആ വേദനകളുടെ സ്വരം കൂടിയുണ്ടായിരുന്നു. അതാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാ അർത്ഥത്തിലും പൂച്ചെണ്ടുകൾ കൊണ്ട് അവരെ സ്വീകരിച്ചൊരു തുടക്കമായിരുന്നില്ല. പീഡനങ്ങളുടെയും വേദനകളുടെയും യാതനകളുടെയും ഹത്താ യഖൂല الرسول والذين آمنوا معه متى نصر الله. ആ റസൂലിൽ വിശ്വസിച്ചവർ, അല്ലാഹുവിന്റെ റസൂലെ, പടച്ച റബ്ബിന്റെ സഹായം ഇനി എപ്പോഴാണ് വരുന്നത് എന്ന് പറയുമാർ പീഡിപ്പിക്കപ്പെട്ട ഒരു തുടക്കമായിരുന്നു. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ലേ അള്ളാഹുവിന്റെ സഹായം അവരുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ തൗഹീദ് എപ്രകാരം സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളുടെ കൈവശമുള്ള ഈമാനിന്റെ മാധുര്യം, ആ ഈമാനിന്റെ പ്രാധാന്യം, എത്രമാത്രം അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ച് മുറുകെ പിടിച്ച് ജീവിക്കണമെന്നുള്ളത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. യഥാർത്ഥ മുഅ്മിനീങ്ങളാകണം, യഥാർത്ഥ സത്യവിശ്വാസികളാകണം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണം. ഈ ദീനിന് അതൊരുപാട് ആളുകളുടെ സമർപ്പണത്തിന്റെ ഫലമായി നമ്മളിലേക്ക് വന്നതാണ്. ആ ദീനിനെ മുറുകെ പിടിച്ച് നല്ല മനുഷ്യരായി, നല്ല മുഅ്മിനീങ്ങളായി നന്മകൾ ചെയ്ത് ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ. അതിരറ്റ പ്രതിഫലം അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار.
اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم واشف مرضاهم وداوي جرحاهم وأطعم جائعهم يا رب العالمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك. اللهم احفظ بلاد المسلمين، اللهم احفظ بلاد المسلمين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. وأقم الصلاة.